രക്ഷാപ്രവർത്തനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ പറയുന്നു. അകത്ത് ആരുമില്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് കരുതിയതെന്നും ഡോക്ടർ ജയകുമാർ. പകരം സംവിധാനം ഒരുക്കാതെ കെട്ടിടം അടച്ചിടാൻ സാധിക്കില്ലായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ഓർത്തോ, സർജറി, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് 100% അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതായത് നിങ്ങൾ PWD അത് വിശദമായിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയും അവർ പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത് അത് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുമോ അതോ ഇടിച്ചു കളയേണ്ടതാണോ എന്ന് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു. രണ്ട് വിഭാഗക്കാരുടെ പഠനം കഴിഞ്ഞപ്പോഴും ഒരു കൃത്യമായ ഒരു നിർദ്ദേശം അതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഒരു സ്ട്രക്ചറൽ ലാബിന് ഇതിനുവേണ്ടി സെപ്പറേറ്റുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയും അവർ വിശദമായി പഠനം നടത്തി കഴിഞ്ഞ് 11-ാം വാർഡ്, 12-ാം വാർഡ്, 13, 14, 15 ഇങ്ങനെയുള്ള വാർഡുകളും തിയേറ്റർ ഉൾപ്പെട്ട ഈ വാർഡ് അത് നമുക്ക് ഇനിയും തിരിച്ച് റിട്രോഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പൊളിച്ചു കളയുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. എൽദോസ് പാറയിലൊരു കമൻറ്റ് പറയുന്നു, ആ ബിൽഡിങ്ങിൽ 2 ബാത്റൂം ആളുകൾ ഉപയോഗിച്ചിരുന്നു അപകടം നടക്കുന്നതുവരെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ സജ്ജീകരിച്ചിരുന്ന പുതിയ ബ്ലോക്കിൽ നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുകയാണ്. ടോബി, ശരിക്കും വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യമാണ് ഇപ്പോൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലുള്ളത്. ഈ പഴയ കെട്ടിടത്തിൻ്റെ ഈ ബ്ലോക്ക് അടയ്ക്കാൻ മാർഗമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അത്ര കൂടുതൽ ആളുകൾ വരുന്ന ഒരു രോഗാലയമാണ് ശരിക്കും ഈ കോട്ടയം മെഡിക്കൽ കോളേജ്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? നമുക്ക് ഈ പുതിയ ബ്ലോക്ക് ആരംഭിച്ചാലും പഴയ ബ്ലോക്ക് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? SKN തീർച്ചയായിട്ടും ഇതാണ്, ഞാൻ ഈ നിൽക്കുന്നതാണ് പുതിയ ബ്ലോക്ക്. എല്ലാ സജ്ജീകരണങ്ങളും ഏകദേശം 90% പണി കഴിഞ്ഞു, അനുമതികളെല്ലാം ലഭിച്ച് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിലേക്ക് എത്രയും വേഗം മാറ്റണം, ആ ബിൽഡിങ്ങിൽ നിന്നും രോഗികളെ ഇവിടേക്ക് മാറ്റണമെന്ന് ഈ ആശുപത്രി അധികൃതർ തന്നെയാണ് സർക്കാരിനോടൊക്കെ ആവശ്യപ്പെട്ട് അതിനുള്ള അനുമതികളെല്ലാം നേടി വന്നത്. എന്നാൽ അതിനിടയിൽ ജൂലൈ 30-ാം തീയതിയോളം അല്ലെങ്കിൽ ഈ മാസം അവസാനം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി അല്ലെങ്കിൽ ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച സൂപ്രണ്ട് ജയകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആ ഒരു കെട്ടിടത്തിൽ നിന്നും പൂർണ്ണമായി ആളുകളെ, ആ കെട്ടിടത്തിലെ സർവീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നടക്കുന്നത് അത് അസാധ്യമാണ്. കാരണം ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നൊരു സർവീസ് അവസാനിപ്പിച്ച് ഒരു ദിവസം ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഘട്ടം ഘട്ടമായി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു പ്രാക്ടിക്കൽ വശം. എന്തായാലും ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തന സജ്ജമാകുക, അതിൻ്റെ അവസാനഘട്ട നിർമ്മാണത്തിലായിരുന്നു. അത് പ്രവർത്തന സജ്ജമാകുന്നതിന് വേണ്ടിയുള്ള എടുത്തൊരു കാലതാമസമാണ് ഉണ്ടായത് എന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആ കെട്ടിടത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ 10, 11, 14 വാർഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ബാത്റൂം കോംപ്ലക്സ് ആണ് ഇടിഞ്ഞ് താഴേക്ക് വീണത്. അത് ഉപയോഗിക്കരുത്, ആ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്. അതായത് 11, 14 വാർഡുകളുടെ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചിരുന്നായിരുന്നു. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെ ഇവരൊക്കെ ഈ മരിച്ച ബിന്ദു അടക്കം അതിൽ അവിടെ കയറി എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റൊരു വിവാദം, വലിയ വിവാദമായത് ആദ്യം 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്കേ പരിക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ബിന്ദുവിൻ്റെ വിവരം അല്പം വൈകിയാണ് അറിഞ്ഞത്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ജയകുമാർ പറഞ്ഞത് ആ സമയത്ത് അവിടെ നിന്നിരുന്ന ആളുകളോട് അന്വേഷിച്ചു, ജീവനക്കാരെല്ലാം കാര്യങ്ങൾ തിരക്കി, അവർ പറഞ്ഞത് പ്രകാരം ആരുമില്ല എന്നുള്ള ഒരു വിവരം അനുസരിച്ചാണ് അങ്ങനെ ആ സമയത്ത് പറഞ്ഞത്. പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനെ ഒരാൾ മിസ്സിംഗ് ആണെന്നുള്ള വിവരം അധികൃതർ അറിയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നത് അത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുന്ന സ്ഥലമാണ് ആശുപത്രി. അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ മെഡിക്കൽ കോളേജ് വിഷയത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിനെ ആ ഒരു അർത്ഥത്തിൽ അവർ രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുത്ത് പ്രതിഷേധങ്ങൾ നടത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാണാൻ സാധിച്ചു. ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് മെഡിക്കൽ കോളേജിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആ സംഭവ സ്ഥലത്തേക്ക് അദ്ദേഹം പോയില്ലെങ്കിലും മന്ത്രിമാരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഇവിടുന്ന് മടങ്ങിയത്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നാളെ വിശദമായിട്ടുള്ള കളക്ടറുടെ ഒരു പരിശോധന ഉണ്ടാകും. അതിലൊരു റിപ്പോർട്ട് 6
ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് രോഗികളെയും അതുപോലെ തന്നെ മറ്റ് കൂട്ടിരിപ്പുകാരെയും ഒപ്പം തന്നെ ഈ ബിൽഡിങ്ങിലേക്ക്, ഏറ്റവും പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി തുടങ്ങിയിരിക്കുന്നു. എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ ബെഡുകളും മറ്റുമെല്ലാം സജ്ജീകരിച്ച് ഇതിന്റെ പ്രവർത്തനം തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നടപടികൾ പെട്ടെന്ന് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം അത് എത്രത്തോളം സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് ഒരിക്കലും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു സംഭവത്തിന് പല ന്യായങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുതന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്.